ഗേസ് ഞങ്ങൾ ഇന്നൊരു അടിപൊളി പൊട്ടുവെള്ളരി ജ്യൂസ് ഉണ്ടാക്കാൻ പോവാട്ടാ. വേനലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ജ്യൂസ് ഒരു തവണയെങ്കിലും കുടിക്കണമെന്ന് എനിക്ക് നിർബന്ധമാട്ടാ. അങ്ങനെ ഞാനും ചണ്ണാമ്പലത്തിൽ പോയിട്ട് വരണ വഴിയോരത്ത് ഇത് വിൽക്കണം കണ്ടപ്പോൾ തേടിയ വള്ളി കാലി ചുറ്റിന്ന് പറയണ പോലെ കേട്ടാ. എന്താന്ന് വെച്ചാൽ കുറേ നാളെ ഞാൻ ഇത് അന്വേഷിച്ച് നടക്കാനേട്ടാ. അങ്ങനെ ഞങ്ങൾ പൊട്ടുവെള്ളരി വാങ്ങി വേഗം തന്നെ വീട്ടിൽ വന്നത് ഉണ്ടാക്കാനേ തുടങ്ങിയിട്ടാ. അപ്പൊ ഞങ്ങൾ ഈ വാങ്ങിച്ച പൊട്ടുവെള്ളരി ജ്യൂസ് ആക്കാനുള്ള നല്ല പാകത്തിൽ പഴുത്ത് വിണ്ട് കീറി വന്നിട്ടുണ്ടായിരുന്നു കേട്ടാ. അത് കാരണം അതിന്റെ തൊലിയും കുരുക്കെ മാറ്റിട്ട് വേഗം എളുപ്പത്തിൽ ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയിട്ടാ. അങ്ങനെ പൊട്ടുവെള്ളരി കുനുകുനാന്നരിഞ്ഞ ശേഷം നന്നായി ഒന്ന് കുത്തി ഉടയ്ക്കട്ടാ. ഒരുവിധം കുത്തി ഉടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കാം. അങ്ങനെ അതൊന്നും തണുത്ത് വരുന്ന നേരം കൊണ്ട് ഇതൊക്കെ നാളീരം നരച്ചെടുത്തിട്ട് അതിന്റെ പാല് പിഴിഞ്ഞ് മാറ്റി വെക്കാട്ടാ. അങ്ങനെ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞാൽ തണുപ്പിക്കാൻ വെച്ച പൊട്ടുവെള്ളരി എടുത്ത് വെക്കാട്ടാ. അങ്ങനെ തണുപ്പിച്ച് വെച്ച് പൊട്ടുവെള്ളരില്ലേ അരച്ച് പിഴിഞ്ഞെടുത്ത് നാളികേരപ്പാൽ ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കട്ടാ. അതിനുശേഷം അതിൽ പഞ്ചസാര, അണ്ടിപ്പരിപ്പ്, കപ്പലണ്ടി, ഏലക്കായ ഒക്കെ ഇടട്ടാ. ഏലക്കായ നമുക്കൊന്ന് ചതച്ചിട്ട് ഇട്ട് കൊടുക്കാട്ടാ. അങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പൊട്ടുവെള്ളരി ജ്യൂസ് ഒന്ന് റെഡി ആയിട്ടാ. നമ്മുടെ ഈ വേനൽ ചൂടിലൊക്കെ കുടിക്കാൻ പറ്റിയ ഒരു അടിപൊളി ആയിട്ടാണ് ഈ പൊട്ടുവെള്ളരി ജ്യൂസ്. ഇതെങ്ങനെ എല്ലാവരും കേട്ടിട്ടില്ല എന്ന് തോന്നുന്നുട്ടാ. എന്താ വെച്ചാൽ ഞാനൊക്കെ കല്യാണം കഴിഞ്ഞ് വന്ന് ചേട്ടൻ പറയുമ്പോഴേട്ടാ ഇതൊക്കെ എന്താന്ന് തന്നെ അറിയണത്. എന്തായാലും ഇത് ഞാൻ കുടിച്ച അന്ന് മുതലേ എനിക്കിത് ഭയങ്കര ഇഷ്ടമായിട്ടാ. ശരിക്കും പറഞ്ഞത് വെറുതെ വേണമെങ്കിലും കഴിക്കട്ടെ, ജ്യൂസ് അടിച്ച് വേണമെങ്കിൽ അങ്ങനെയും കഴിക്കട്ടെ. എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്നിട്ടൊന്ന് അഭിപ്രായം പറഞ്ഞോളൂ കേട്ടാ. അപ്പൊ ഞങ്ങളുടെ പൊട്ടുവെള്ളരി ജ്യൂസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടാ.